എന്നെ ഒരുപാട് പിച്ച് ചീന്തിയില്ലേ, കൊത്തിപ്പറിച്ചത് മതിയായില്ലേ എന്നൊരു പരിഭവത്തോടെയാണ് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിൽ തുടരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് എന്ത് ഓഫറായിരിക്കും മുന്നോട്ട് വെക്കുക? അത് ആഷിക്ക് കെ.സി. വേണുഗോപാൽ ഇരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായ ഒരു പദവി. AICC പ്രസിഡന്റ് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഇരിക്കുന്ന പദവി. ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാർ എങ്ങനെ ചിന്തിക്കണം, എന്ത് ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഇരിക്കുന്ന ഒരു പദവിയിലിരുന്നാണ് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ശ്രമം തുടങ്ങിയത്. അത് ഈ മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് സമയത്തല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തന്നോടൊപ്പം നിൽക്കും എന്നുറപ്പുള്ളവർക്ക് സീറ്റ് ഉറപ്പാക്കുക, അവരുടെ വിജയം ഉറപ്പാക്കുക എന്ന് തുടങ്ങി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കെ.സി. ആരംഭിച്ച ഒരു പ്രവർത്തനമായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലാസ്റ്റ് നിമിഷം വരെ ഉണ്ടായ ചർച്ച വരെ എത്തിയത്. പക്ഷെ അവിടെ എപ്പോഴാണ് ഈ ഒരു നീക്കം പാളിപ്പോയത്? ഒന്ന്, പൊതുജന മധ്യത്തിൽ നിന്ന് VD സതീശന് അനുകൂലമായ ഒരു ആവേശകരമായ ഒരു പിന്തുണ ലഭിച്ചു. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ, കാരണം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ 5 വർഷം ആ മുന്നണിയെ ടീം UDF എന്നുള്ള നിലയിൽ നയിക്കാൻ കഴിഞ്ഞു. ആ ഒരു പരിഗണന വെച്ച് ഘടകകക്ഷികളിൽ ഭൂരിഭാഗവും VD സതീശനൊപ്പം നിന്നു. ഈ ഒരു ഘട്ടത്തിലാണ് കെ.സി. വേണുഗോപാല് ഈ മുഖ്യമന്ത്രി റേസിൽ നിന്ന് തോറ്റു പിന്മാറി പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ തിരിച്ചടിയാണ് കെ.സി. വേണുഗോപാലിന് നേരിട്ടിരിക്കുന്നത്. കാരണം അത്രയും വലിയ സംഘടനാ പദവിയിൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്തിട്ടും ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാനോ അല്ലെങ്കിൽ ഒപ്പം ചില MLA-മാരിലെങ്കിലും ഒരു അവിശ്വാസം ഉണ്ടാകുകയോ ചെയ്തു. ആ ഒരു തിരിച്ചടി കെ.സി. വേണുഗോപാലിനെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിൽ ഡൽഹിയിൽ നിന്ന് കെ.സി. ആ സമയത്തൊന്നും വന്നില്ല, മുഖ്യമന്ത്രി പ്രഖ്യാപന സമയത്തൊന്നും കണ്ടില്ല. എല്ലാ തീരുമാനവും ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം തിരുവനന്തപുരത്ത് വന്നിറങ്ങിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന നിരാശ, ആ നിരാശയാണ് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത്, എന്നെ പിച്ച് ചീന്തി മതിയായില്ലേ, ഇനി ഒന്നും ബാക്കിയില്ലല്ലോ എന്നുള്ളത്. നമ്മൾ കെ.സി. വേണുഗോപാലിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് കെ.സി. വീട്ടിൽ ഇരിക്കുന്നൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം കൃത്യമായി രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. കെ കരുണാകരന്റെ ശിഷ്യനായി രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. യുവജന വിദ്യാർത്ഥി സംഘടനകളിലൂടെയാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ കെ.സി. ഇനിയും മുന്നോട്ട് പോകും. പക്ഷെ ഈ ഒരു റേസിൽ തോറ്റുപോയത്, മുഖ്യമന്ത്രി ആകാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടും അത് ലഭിക്കാത്തതിന്റെ ഒരു നിരാശ, അത് മാത്രമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഈ പ്രതികരണത്തെ കണ്ടത്. അത് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തിന് AICC പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല, അദ്ദേഹത്തിന് പിന്തുണ നൽകിയ MLA-മാർക്ക് മന്ത്രിസഭയിലേക്ക് കൂടുതൽ നോമിനേഷൻ നൽകാനും ഇദ്ദേഹം ഒരു പിന്നണിയിൽ ചരടുവലി നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നടത്തുമല്ലോ. സ്വാഭാവികമായും കെ.സി. പോലെ ഇനിയും സാധ്യതകൾ മുന്നിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് കെ.സി. അപ്പൊ അതുകൊണ്ട് തന്നെ തനിക്കൊപ്പം ഈ മുഖ്യമന്ത്രി ചർച്ചകളിലും മുഖ്യമന്ത്രി തർക്കങ്ങളിലും എല്ലാം ശക്തമായി പിന്നിൽ നിന്നവരെ എല്ലാം ഒപ്പം ചേർത്ത് നിർത്തേണ്ടത് കെ.സിയുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ റേസിൽ ഒരല്പം പിന്നിലായി പോയെങ്കിലും സംഘടനാപരമായുള്ള അധികാരം കെ.സിക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കെ.സി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലെ വസതിയിലിരിക്കുമ്പോൾ ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം ഒന്നിടവിട്ട് അവിടെ പോയി കെ.സിയെ കാണുന്നത് എന്തുകൊണ്ടാണ്? കെ.സിയുടെ സംഘടനാപരമായും കെ.സിക്കുള്ളൊരു ശക്തി കൊണ്ടാണ്. അപ്പൊ കെ.സിയെ കൃത്യമായി പിന്തുണച്ചിരുന്നതാണ് മാത്യു കോഴിനാടൻ, AP അനിൽകുമാർ. ഇവരൊക്കെ കെ.സി ഗ്രൂപ്പിന്റെ മാനേജർമാരായാണ് ഇവിടെ പ്രവർത്തിച്ചത്. അതിൽ ഞാൻ പറഞ്ഞ 2ാം തവണ മന്ത്രിയായത് AP അനിൽകുമാർ വളരെ സീനിയറായ മന്ത്രിയായത് MLA ആണ്. 25 വർഷം തികച്ച കേരള നിയമസഭയിൽ ഇപ്പൊ നിലവിലുള്ള MLA-മാരിൽ ഒരാളാണ് AP അനിൽകുമാർ. അതേപോലെ മാത്യു കോഴിനാടൻ 2ാം വട്ടമാണ്. പിന്നെ പുതുതായിട്ട് ജയിച്ച പഴകുളം മധു, അതുപോലെ തന്നെ ചാത്തന്നൂരിൽ നിന്ന് ജയിച്ച നസീർ, ഇവരെല്ലാം കെ.സിയുടെ ശക്തമായ വക്താക്കളാണ്. അപ്പം തന്നോടൊപ്പം നിന്നവർക്ക് പരമാവധി സീറ്റ് അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം ഉറപ്പാക്കാൻ കെ.സി കൃത്യമായി ഇടപെടുമെന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ സമ്മർദ്ദം കൃത്യമായി പ്രയോഗിക്കാൻ തന്നെയാണ് കെ.സി ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എൻട്രി ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ കെ.സി വേണുഗോപാൽ ഇപ്പം KPCC പ്രസിഡന്റുമായിട്ടും PC വിഷ്ണുനാഥ്, ആന്റോ ആന്റണി എന്ന് വെച്ചാൽ സതീശനുമായി അകന്നു നിൽക്കുന്ന, എന്നാൽ തന്റെ ഗ്രൂപ്പിൽ ഇല്ലാതിരുന്നവരെയും കൂടി തന്നോടൊപ്പം ചേർക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കെ.സി വേണുഗോപാൽ. അതിന്റെ ഭാഗമാണ് ഇപ്പൊ മുഖ്യമന്ത്രി റേസിൽ തോറ്റുപോയ മറ്റൊരാള് രമേശ് ചെന്നിത്തല കടുത്ത വിയോജിപ്പ് പറഞ്ഞ് പുറത്തു നിൽക്കുകയാണ്. ഇതുവരെയും അനുനയിപ്പിച്ചെന്നോ സതീശൻ മന്ത്രിസഭയിൽ ചെന്നിത്തല ഉണ്ടെന്നോ ഇതുവരെയും വ്യക്തമായിട്ടില്ല. ചർച്ചകൾ നടക്കുന്നുണ്ട്, ആഭ്യന്തരമന്ത്രിയാകും, അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന് പകരം ചെന്നിത്തല ചില ഫോർമുലകൾ വൽക്കുന്നുണ്ട്. പക്ഷെ കെ.സി നേരെ വന്ന് ചെന്നിത്തലയെ കാണുകയാണ്. ചെന്നിത്തലയാണ് കാരണം സതീശനൊപ്പം സതീശനോട് എതിർ അഭിപ്രായമുള്ള ഒരാളാണ് ചെന്നിത്തല, മുതിർന്ന നേതാവാണ്. അപ്പൊ തൻ്റെ ഒപ്പം നിർത്തുക, കൃത്യമായി ഒരു സാഹചര്യം എത്തുമ്പോൾ അവിടെ
ഇറങ്ങിക്കളിക്കുക. ഇത് തന്നെയാണ് കേസിന്റെ ലക്ഷ്യം. അതിന് തന്നെയാണ് കൂടെ നിൽക്കുന്നവർക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതും അതുപോലെ തന്നെ ഒരു കളം ഒരുക്കി ഇപ്പോഴേ വയ്ക്കുന്നത്. കാരണം മുഖ്യമന്ത്രി റേസിൽ തനിക്ക് പറ്റിയ ചില പാളിച്ചകളുണ്ട്. ആ പാളിച്ചകളെ മുൻകരുതലുകൾ എടുക്കുക. ഏതെങ്കിലും ഒരു അവസരത്തിൽ തനിക്ക് കിട്ടുന്ന അവസരത്തിൽ വന്ന് എൻട്രി ചെയ്യുമ്പോൾ അതിനുള്ള ഒരു കളം ഇവിടെ ഉണ്ടായിരിക്കണം. അതിനാണ് ഈ കൂടെ നിൽക്കുന്നവർക്ക് മന്ത്രിസ്ഥാനം. പിന്നെ ആഷിഖ് പറഞ്ഞ പോലെ AICC പ്രസിഡന്റ് സ്ഥാനം അതൊരു വലിയൊരു കടമ്പയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യ പോലെ ലോബിയുടെയൊക്കെ മുന്നിൽ AICC പ്രസിഡന്റായി KC വേണുഗോപാൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയൊരു പ്രതിസന്ധി ഉണ്ട്. കാരണം സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോൾ പോലും പല മുതിർന്ന നേതാക്കളും KC വേണുഗോപാലിനെ അംഗീകരിക്കാറില്ല. ഇപ്പൊ മണിശങ്കർ അയ്യർ ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുകയാണെങ്കിലും മണിശങ്കർ അയ്യർ പോലെയുള്ള നേതൃത്വമൊന്നും അന്നും ഇന്നും ഒരിക്കലും KC വേണുഗോപാലിനെ സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കി ഇരുത്തിയത് പോലും അംഗീകരിച്ചിട്ടില്ല. അപ്പൊ പിന്നെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇരുത്താൻ 1-2 തവണയെങ്കിലും രാഹുൽ ഗാന്ധി ആലോചിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ടീം UDF ആയി മുന്നോട്ട് പോകുമെന്നാണ് VD സതീശൻ പറഞ്ഞത്. പക്ഷേ ഇതുപോലെ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും മന്ത്രിസഭയിലേക്ക് നോമിനി ഉണ്ടാകുമ്പോൾ ആ ഒരു ടീം UDFന്റെ ഒരു എഫക്റ്റ് ഇതിൽ കിട്ടണമെന്നില്ല. അല്ല, സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഏത് ചരിത്രം നോക്കിയാലും ഒരു മന്ത്രിസഭ രൂപീകരണത്തിൽ തർക്കങ്ങളും ഇത് അടിപിടിയെല്ലാം പതിവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ജയിച്ചു വരുന്ന എല്ലാ MLA മാർക്കും മന്ത്രിമാരാവണമെന്നാണ്. എന്നാൽ വർഷങ്ങളായി മന്ത്രിമാരായിരിക്കുന്ന മുതിർന്ന നേതാക്കൾ ഇതിൽ നിന്ന് മാറിപ്പോകത്തുമില്ല. അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ എല്ലാ കാലവും ഉണ്ടാവും. ഇപ്പോ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി മന്ത്രിസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല ഏറെക്കുറെ തൃപ്തനാവാനാണ് സാധ്യത. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനിയൊരു റേസിലേക്ക് ഓടിയെത്താൻ ചെന്നിത്തലയ്ക്കും ചെറിയ ബുദ്ധി. അതുകൊണ്ട് തന്നെയാണ് ചെന്നിത്തല ചില സമവായങ്ങൾക്ക് വേണ്ടി ചില സമവാക്യങ്ങൾ ആഭ്യന്തരവും വിജിലൻസും വേണമെന്നാണ് പറയുന്നത്. കൂടെയുള്ള അൻവർ സാദത്തിനെ മന്ത്രിയാക്കണമെന്നും പ്രഷർ കൊടുത്തിട്ടുണ്ട്. അതെ, കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു മന്ത്രിസ്ഥാനം കിട്ടി, അപ്പൊ എന്റെ കൂടെ നിൽക്കുന്നവരെ കൂടി ഉൾപ്പെടുത്തണം. ജോസഫ് വാഴക്കിനെ KPCC പ്രസിഡന്റ് ആക്കണമെന്നും അതേപോലെ കൂടെ നിൽക്കുന്ന അൻവർ സാദത്തിനെയോ ആരെങ്കിലും ഒരാളെയും കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നും സതീശനോട് രമേശ് ചെന്നിത്തല ഒരു ഫോർമുല മുന്നോട്ട് വെച്ചു എന്നാണ് പുറത്തു വരുന്നവർ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു സ്റ്റണ്ടായിരുന്നു അന്ന് മുഖ്യമന്ത്രി കാണാൻ വരും, അല്ലെങ്കിൽ നിയുക്ത മുഖ്യമന്ത്രി കാണാൻ വരും എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇറങ്ങിപ്പോക്ക്. അല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ഒരു പദവി എനിക്ക് കിട്ടിയില്ല. അപ്പൊ എനിക്ക് അതിൽ ഏറ്റവും മികച്ച പദവി കിട്ടണമെങ്കിൽ കൃത്യമായ സമ്മർദ്ദം നമ്മൾ ചെലുത്തണം. ആ സമ്മർദ്ദം തന്നെയാണ് ചെന്നിത്തലയുടെ ഗുരുവായൂരിലേക്കുള്ള ആ മാധ്യമങ്ങളോടൊന്നും പറയാതെ പുറകുവാതിലൂടെ പോയി ഗുരുവായൂരിലേക്കുള്ള യാത്രയും പിന്നെ ഗുരുവായൂരിൽ ചെന്ന് മാധ്യമങ്ങൾ കാണലും തിരിച്ച് സതീശ് നിയുക്ത മുഖ്യമന്ത്രി കാണാൻ വരുമെന്ന് പറയുമ്പോൾ അതിലൊരു അവ്യക്തത ഉണ്ടാക്കലും ഒക്കെ. കാരണം ഇതാണ് അവസരം. ഈ അവസരത്തിൽ ഹിറ്റ് ചെയ്യുക, തന്നോടൊപ്പം നിൽക്കുന്നവരെ കൂടി ഉൾക്കൊള്ളിക്കുക. കാരണം ഇപ്പം ചെന്നിത്തലയുടെ കൂടെ ശക്തമായിട്ട് നിൽക്കുന്ന 4 MLA മാരാണ്. ചെന്നിത്തല ഉൾപ്പെടെ 4 പേര്, അബിൻ വർക്കി, അതുപോലെ തന്നെ അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല. അപ്പൊ എന്റെ കൂടെ നിന്നാൽ, എനിക്കൊപ്പം നിന്നാൽ നിങ്ങൾക്കും അവസരമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടിയുള്ള സന്ദേശമാണ്. അപ്പൊ എല്ലാവരും അവരവരുടെ ആയുധങ്ങൾ മൂർച്ച കൂട്ടുകയാണ്. കൃത്യമായ ഒരു അവസരം കിട്ടുമ്പോൾ അവിടെ സതീശനിട്ട് വെട്ടാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ എല്ലാവരും ആയുധം കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക, അതുപോലെ KPCC പ്രസിഡന്റ് സ്ഥാനത്തെ എന്റെ നോമിനിയെ ഇരുത്തുക എന്നുള്ള സമ്മർദ്ദം. ഇത് എത്രത്തോളം സതീശൻ അംഗീകരിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കാരണം AICCയുടെ നേതൃത്വം ഹൈക്കമാൻഡ് പോലും KC വേണുഗോപാൽ എന്ന പേരിൽ എത്തിയതിൽ നിന്നാണ് സതീശൻ മുഖ്യമന്ത്രിയായത്. കാരണം അത്രയും രാഷ്ട്രീയമായ നീക്കങ്ങൾ നടത്തി ഘടകകക്ഷികളെ അടക്കം പിന്തുണയും വിശ്വാസവും ആർജിക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ് സതീശൻ. അപ്പൊ ഇവരുടെ ആയുധങ്ങൾ മിനുക്കുന്നതോടൊപ്പം തന്നെ സതീശനും കൃത്യമായ രാഷ്ട്രീയ മുൻകരുതൽ എടുക്കും. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഭരണം തുടങ്ങി ചില നയപരമായ കാര്യങ്ങളിൽ തീരുമാനങ്ങളിലേക്ക് കടക്കുമ്പോഴേ നമുക്ക് പറയാൻ കഴിയുള്ളൂ.